ഇസ്ലാമിക ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഉഹദ്, ഗസവത്ത് ഉഹദ്. ഈ ഉഹദ് യുദ്ധത്തിൻ്റെ ആ ഒരു ദിവസം ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലക്ക് അവകാശപ്പെട്ടതാണ്. ഉഹദ് യുദ്ധം ത്വൽഹത്തിൻ്റേതാണ് എന്ന് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിർണായകമായ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാവുകയും ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പേരിൽ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അങ്ങനെ വിശേഷിപ്പിക്കുകയും ചെയ്യപ്പെട്ട സ്വഹാബിയാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല. അവർ ആരാണ്? അവരുടെ കഥ എന്താണ്? ആ കഥ നമുക്ക് കേൾക്കാം. പഴയകാലത്ത് അറേബ്യയിൽ കച്ചവട സംഘങ്ങൾ ധാരാളമായി ഷാമിലേക്കും യമനിലേക്കും യാത്രകൾ പോകും. അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഷാമിലേക്കുള്ള ഒരു സംഘത്തിൽ ഖുറൈശി സംഘത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല. ഷാമിലെ ബുസ്ര എന്ന പേരുള്ള ഒരു പട്ടണത്തിൽ അവരെത്തിയപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി ആ പട്ടണത്തിൽ ആ ചന്തയിലുള്ള ഒരുപാട് ചരക്കുകളൊക്കെ വാങ്ങുന്നതിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും വിലകളൊക്കെ ചോദിച്ചറിയുവാനും ഒക്കെ എല്ലാവരും നാലു ഭാഗത്തേക്കും മാറി ചന്തയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചു. ചെറിയ പ്രായമുള്ളൊരു യുവാവായിരുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല. ആ സമയത്ത് കച്ചവടം ചെയ്ത് ആ സംഘത്തിലുള്ള മുതിർന്ന ആളുകളുടെ അത്രയും വലിയ അനുഭവ സമ്പത്തോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവൊന്നും പക്വതയൊന്നും പ്രായം കൊണ്ട് വന്നിട്ടില്ല. പക്ഷേ നല്ല ബുദ്ധി, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, പ്രായത്തിനേക്കാളുമുള്ള പക്വത, ഇതെല്ലാം കൊണ്ട് സമ്പന്നനായിരുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല എന്ന ആ യുവാവ്. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ കച്ചവടത്തിലൂടെ ബാർഗെയിനിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് വിലപേശൽ നടത്തുന്നത്, എങ്ങനെയാണ് കച്ചവടം വില കുറച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, നല്ല പ്രൊഡക്റ്റ് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേഗം മനസ്സിലാക്കുകയും ഒരു ചിരപരിചിതനായ ഒരാളെ പോലെ വളരെ വേഗത്തിൽ ആ വന്ന കച്ചവട സംഘത്തിലുണ്ടായിരുന്ന മുതിർന്ന ആളുകളെ പോലെ തന്നെ പരിചയമുള്ള ആളെപ്പോലെ വളരെ പെട്ടെന്നായി മാറുകയും ചെയ്തു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല. ആ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു വലിയ പട്ടണമായിരുന്നു ബുസ്ര എന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരികയും കച്ചവടത്തിന് വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ബുസ്ര. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള പ്രൊഡക്റ്റുകളെല്ലാം വിൽപ്പനയ്ക്ക് വെക്കുകയും ജനങ്ങൾ ആവശ്യമുള്ളത് അവരുടെ നാട്ടിലില്ലാത്തത് വാങ്ങി അവരുടെ നാട്ടിലേക്ക് പോയി അത് അവിടെ കച്ചവടം ചെയ്യുകയും അവരുടെ നാട്ടിലുണ്ടാക്കിയത് ഇവിടെ വന്ന് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു ക്രയവിക്രയം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു അത്. ഒരുപാട് തവണ ഈ ബുസ്ര എന്നുള്ള ഈ ഒരു പട്ടണത്തിലേക്ക് കച്ചവടാവശ്യാർത്ഥം യാത്ര ചെയ്തത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു യാത്രയിൽ അരങ്ങേറുകയാണ്. അത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ ജീവിതം മുഴുവനും ചരിത്രത്തിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് കാരണമായ ഒരു സംഭവമായിരുന്നു അത്. ആ സംഭവം ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല തന്നെ പിൽക്കാലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ അങ്ങനെ ഒരു സംഘമായിട്ട് ബുസ്രയിലെത്തിയപ്പോൾ ആ ബുസ്രയിൽ ഒരു വലിയൊരു അറിയപ്പെട്ട ഒരു പുരോഹിതൻ, ഒരു മതപണ്ഡിതൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മക്കയുടെ ഹറം പരിസരത്ത് നിന്ന് വന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല ഹറമിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ മക്കക്കാരനാണ്, ഞാൻ ഹറമിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ പുരോഹിതൻ എൻ്റെ അടുത്തേക്ക് വന്ന് ആകാംക്ഷാപൂർവ്വം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അഹ്മദ് എന്ന് പേരുള്ള ഒരാൾ നിങ്ങളുടെ നാട്ടിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അതാരാണ്? അത് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകനായ അഹ്മദ് എന്നു പേരുള്ള പ്രവാചകരാണത്. അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകർ ഈ മാസത്തിലാണ് അവിടെ പ്രത്യക്ഷപ്പെടുക എന്നാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. ആ ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഹറം പ്രദേശത്താണ് ആ പ്രവാചകർ പ്രത്യക്ഷപ്പെടുക. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം കറുത്ത ശിലകളാലും ജലം നിർഗളിക്കുന്ന മനോഹരമായ കൃഷി യോഗ്യമായ മണ്ണുകളാലും സമ്പന്നമായ, അതോടൊപ്പം ഈത്തപ്പന തോട്ടങ്ങളും ധാരാളമുള്ള ഒരു പ്രദേശത്തേക്ക് അവർ ദേശത്യാഗം ചെയ്ത് കടന്നു പോവുകയും ചെയ്യും. ഇതെല്ലാം ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. കൂട്ടത്തിൽ ആ പുരോഹിതൻ ഇങ്ങനെ കൂടെ അവസാനം പറഞ്ഞു, ചെറുപ്പക്കാരാ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല പറയാണ്, എന്നോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ആ ഒരു പ്രവാചകൻ വന്നാൽ വേഗം ആ പ്രവാചകരുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്, അവരെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല പറയാണ്, ഞാൻ ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾക്കത് കാരണമായി.
സമൂഹത്തിലെ പലതരത്തിലുള്ള തിന്മകളും വ്യാപിച്ച ഒരു ഘട്ടത്തിൽ ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നന്മയിലേക്ക് നയിക്കാൻ ഒരാൾ വരുന്നു എന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാനൊരു സംഘത്തിൻ്റെ കൂടെയാണ് കച്ചവടത്തിന് വേണ്ടി ദീർഘമായ യാത്ര ചെയ്ത് ബുസ്രയിലെത്തിയത്. ഷാമിൻ്റെ ഭാഗമാണത്. പക്ഷേ ഞാൻ അവരെ ഒന്നും കാത്തു നിൽക്കാതെ എൻ്റെ ഒട്ടകത്തെ തയ്യാറാക്കി വളരെ വേഗത്തിൽ ഞാൻ മക്കയിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് ഞാൻ മക്കയിൽ തിരിച്ചെത്തി ഉടനെ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ ഞാൻ പോയതിന് ശേഷം ആരെങ്കിലും പ്രവാചകരാണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് പ്രവാചകരാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് എന്നവർ അവരോട് പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട്. തുൽഹത്ത് ഇബ്നു ഉബൈദില്ല മനസ്സിൽ പറഞ്ഞു, അബൂബക്കറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള, സത്യസന്ധനായ, ജനങ്ങളോടൊക്കെ വലിയ ദയാവായ്പുള്ള ഒരു നല്ല മനുഷ്യനാണ് അബൂബക്കർ. സത്യസന്ധതയും നന്മയും കൈമുതലാക്കിയ നല്ല ഒരു കച്ചവടക്കാരനും കൂടെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, പൊരുത്തമുള്ള ഒരു നല്ല വ്യക്തി. ഖുറൈശികളുടെയൊക്കെ സദസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുങ്ങി തയ്യാറായി ഇരിക്കാറുണ്ട്. എല്ലാവർക്കിടയിലും ശ്രേഷ്ഠനായ സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഞാൻ നേരെ അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് ചെന്നു റളിയല്ലാഹു അൻഹു. അവരോട് ചോദിച്ചു, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് പ്രവാചകരാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടോ? താങ്കൾ അവരെ പിൻപറ്റിയെന്നും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണോ? ഉടനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതെല്ലാം ശരിയാണ്. തുടർന്ന് എങ്ങനെയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവാചകരുടെ കൂടെ ചേർന്നതെന്നും ആ ഒരു സത്യത്തിൻ്റെ പ്രസക്തിയും എന്നോട് പറയുകയും എന്നെയും ആ ഒരു സത്യത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ബുസ്ര എന്ന് പറയുന്ന ആ പട്ടണത്തിൽ വെച്ചുണ്ടായ അനുഭവം ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, നമുക്ക് വേഗം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകാം. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അവിടെ ചെന്ന് പറയാം. അവിടുത്തെ നിന്ന് നേരിട്ട് ദീനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഇസ്ലാം എന്താണ് എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ഖുർആനിൻ്റെ ഏതാനും ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഈ ലോകത്തെക്കാളും പരലോകം പ്രാധാന്യമുള്ളതാണ് എന്ന അർത്ഥഗർഭമായ ചില വാക്കുകൾ ഞങ്ങളെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഒരു വാക്കുകൾ കേട്ടതോടുകൂടെ എൻ്റെ ഹൃദയം വളരെ വേഗം ഇസ്ലാം പുൽകണം, ഇസ്ലാമിലേക്ക് കടക്കണമെന്ന ഒരു വിശാലമായ ഒരു ചിന്തയിലേക്ക്, ഒരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിനെ അള്ളാഹു മാറ്റിത്തന്നു. കൂട്ടത്തിൽ ബുസ്രായിൽ വെച്ചുണ്ടായ ആ സംഭവം ഞാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടുത്തെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നവദനമായി. പിന്നെ സമയം ഒട്ടും ഞാൻ പാഴാക്കിയില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ആ പുന്നാര പൂമുഖത്തേക്ക് നോക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ പറഞ്ഞു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറമെ, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പുറമെ 3 ആളുകൾ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4മത്തെയോ 5മത്തെയോ ആളായിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഖുറൈശി യുവാവായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് അവരുടെ ഗോത്രത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. കാരണം അവർ ഗോത്രത്തിൻ്റെ അടുത്ത ഒരു ജനറേഷൻ്റെ പ്രധാനപ്പെട്ട നേതാവായി അവരെല്ലാവരും കണ്ട, എല്ലാ കഴിവും സാമർഥ്യവും ശേഷിയും ബുദ്ധിയും എല്ലാമുള്ള, ധീരതയുള്ള ഒരു നല്ല യുവാവായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ചും അവരുടെ ഉമ്മക്ക് വലിയ സങ്കടമായിരുന്നു. കാരണം ഉമ്മ തൻ്റെ മകൻ ഖുറൈശി നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി ഭാവിയിൽ മാറുമെന്നും ഒരുപാട് വീരേതിഹാസങ്ങൾ രചിക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു ആ ഉമ്മ. അതിന് വിരുദ്ധമായി പുതിയതായിട്ട് ഇസ്ലാമിൻ്റെ ഒരു പ്രഭ ലോകത്ത് വിതറിയപ്പോൾ അതിലേക്ക് മാറുകയാണ് തൻ്റെ മകൻ ചെയ്തിരിക്കുന്നത്. ഉമ്മാക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് തുൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ കുടുംബക്കാർ പലരും വന്ന് ഈ ഇസ്ലാം എന്ന് പറയുന്ന പുതിയ മതത്തിൽ നിന്ന് അവരെ വിലക്കുവാൻ വേണ്ടി, പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. എന്ത് അവർ പറയുമ്പോഴും നിസ്സാരമായി അതിങ്ങനെ കേട്ടിരിക്കും, ഒന്നും പറയില്ല. അവസാനം ഇതുകൊണ്ട് കാര്യമില്ല എന്നവർ മനസ്സിലാക്കുകയും കടുത്ത പീഡനങ്ങളിലേക്ക്, ആക്രമണങ്ങളിലേക്ക് ആ സമൂഹം കടക്കുകയുമാണ് പിന്നീട് നടക്കുന്നത്. തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു രംഗം കണ്ട മസ്ഊദ് ഇബ്നു ഖറാഷ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ സൊഫാക്കും മർവാക്കും ഇടയിൽ സഅയ് ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് കൈകൾ രണ്ടും തോളിലേക്ക് പിടിച്ച് കെട്ടിയ രീതിയിൽ ഒരു യുവാവിനെ എല്ലാവരും കൂടെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടത്. അവർ ആ യുവാവിനെ ഓടിക്കുകയാണ്. ചില ആളുകൾ മുതുകിലും ചില ആളുകൾ തലയിലും തല്ലുകയും കുത്തുകയും അടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ യുവാവിന്. ഇവരെല്ലാം ചേർന്ന് എല്ലാവരും ചീത്ത വിളിച്ചും അട്ടഹസിച്ചും തെറികൾ പറഞ്ഞുകൊണ്ടാണ് ആ യുവാവിനെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? ഈ യുവാവിൻ്റെ വിഷയത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രശ്നം? അവർ പറഞ്ഞു, ഇത് തുൽഹത്ത് ഇബ്നു ഉബൈദില്ലയാണ്. അവരുടെ മതം ഉപേക്ഷിച്ച്
ആ ബനു ഹാഷിമിൽ നിന്ന് പുതിയതായിട്ട് വന്ന മുഹമ്മദിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ചേർന്നിട്ട് മതം ഉപേക്ഷിച്ച് പുതിയ മതത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ യുവാവിൻ്റെ പിന്നാലെ വലിയ ശബ്ദമിട്ടുകൊണ്ട് ഓടി വരുന്ന പ്രായമുള്ള സ്ത്രീ ആരാണ്? അവർ പറഞ്ഞു, സ്വാബ ബിൻത്ത് ഹദറമി, അത് അവരുടെ ഉമ്മയാണ്, ഇതാണ് അവരുടെ പേര് എന്നെനിക്ക് വിവരം തന്നു. അത്രമാത്രം ക്രൂരമായി കുടുംബക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് പീഡിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം മാറുകയാണ്. പിന്നീട് ആ ക്രൂരതകൾ വലിയ രീതിയിലേക്ക് മാറുകയാണ്. അസദു ഖുറൈശികളുടെ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട നൗഫൽ ഇബ്നു ഖുവൈലിദ്, അദ്ദേഹം കടന്നു വന്ന തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനെ ഒരു കയറുകൊണ്ട് കയറിൻ്റെ ഒരറ്റത്ത് തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനെ അയാൾ കെട്ടുകയാണ്. കയറിൻ്റെ മറ്റേ അറ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കെട്ടി മക്കത്തെ മഠയന്മാരും തെമ്മാടിക്കൂട്ടങ്ങളുമായ ആളുകൾക്കിടയിലേക്ക് ഈ രണ്ടാളുകളെയും ഏൽപ്പിച്ച കയർ അവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും പീഡിപ്പിക്കാനും ക്രൂരതകൾ ചെയ്യുവാനും നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ കയറും ആ അറ്റത്ത് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെയും അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് തോന്നിയ രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കയറിൻ്റെ ഒരറ്റത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റേ അറ്റത്ത് തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരു കയറിൻ്റെ രണ്ടറ്റത്ത് കെട്ടപ്പെട്ടതിൻ്റെ പേരിൽ പിൽക്കാലത്ത് ഇരട്ടക്കൂട്ടുകാർ എന്നർത്ഥത്തിൽ അൽ ഖരീനൈൻ എന്ന പേരിൽ ഇവർ രണ്ടുപേരും അറിയപ്പെടുകയുണ്ടായി. അത്രമാത്രം ക്രൂരമായ പീഡനങ്ങളാണ് ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പേരിൽ ആദ്യകാലത്ത് അവരൊക്കെയും അനുഭവിച്ചത്. പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ പീഡനമുറകൾ തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ചും ഏറ്റുവാങ്ങുകയായിരുന്നു. അള്ളാഹുവിനെ സത്യപ്പെടുത്തിയതിൻ്റെ പേരിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തിയതിൻ്റെ പേരിലാണ് അവരിതെല്ലാം ഏറ്റുവാങ്ങുന്നത്. പീഡനങ്ങൾ ഇങ്ങനെയൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് നല്ല ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ അതിൻ്റെ പാരമ്യതയിലേക്ക് വളരുകയായിരുന്നു തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഇൽമ കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ സഹവാസം കൊണ്ടും ഇബാദത്ത് കൊണ്ടും വലിയ നല്ല ഒരു സാത്വികനായ ഒരു മഹത്വത്തിനുടമയായ ഒരു വ്യക്തിയായി മറുഭാഗത്ത് അവർ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അത്രമാത്രം പീഡനങ്ങൾ സഹിച്ചതിൻ്റെ പേരിൽ ഷഹീദുൽ ഹൈ, ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് ജനങ്ങൾ അവരെ വിളിക്കുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ത്വൽഹത്തുൽ ഖൈർ, നന്മയുടെ ത്വൽഹ, ത്വൽഹത്തുൽ ജൂദ്, ഔദാര്യം ചെയ്യുന്ന ത്വൽഹ എന്നൊക്കെ ഇഷ്ടത്തോടെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിളിക്കാൻ കാരണമായ ധാരാളം കഥകൾ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഷഹീദുൽ ഹൈ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു വിളിക്കാൻ കാരണമായ പ്രധാനപ്പെട്ട സംഭവം പിൽക്കാലത്ത് നടന്ന ഗസവത്ത് ഉഹദിലെ ചില സംഭവങ്ങളാണ്. ഉഹദ് യുദ്ധത്തിൽ നടന്ന അത്രമാത്രം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഉഹദ് യുദ്ധത്തിൽ നടന്നത്. കാരണം ഒരു ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഏറെക്കുറെ എല്ലാ ആളുകളും യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിപ്പോവുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്ത ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട 11 ആളുകളും മുഹാജിറുകളിൽപ്പെട്ട ഈ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു മാത്രമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതൊക്കെ എല്ലാവരും മറ്റു ഭാഗങ്ങളായിരുന്നു. യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ബാക്കിയുള്ള ഏതാനും സ്വഹാബത്തും മലയുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശക്തമായി ശത്രുക്കൾ ആയുധങ്ങളെടുത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടി ഓടിയെടുക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വരുന്ന സംഘത്തെ തടയാനും അവരെ തിരിച്ചുവിടുവാനും സന്നദ്ധതയുള്ള ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അവർ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിരിക്കും എന്നൊരു വലിയ ഓഫറാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കൊടുക്കുന്നത്. ഉടനെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല പറഞ്ഞു, ഞാൻ നബിയെ. അപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക, മറ്റാരെങ്കിലും കടന്നു വരട്ടെ. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അന യാ റസൂലുള്ളാഹ്, ഞാൻ. ആ സ്വഹാബി മുന്നോട്ട് വന്ന് ആ ശത്രുക്കളോട് അതിധീരമായി പോരാടുകയും കുറേ നേരം പോരാട്ടം നടത്തി അവസാനം ഷഹീദായി വീഴുകയും ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ശത്രുക്കൾ വധിക്കാൻ വേണ്ടി ഹബീബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി ആരാണ് ഈ ഒരു സംഘത്തെ തടയുന്ന ആളുകൾ എന്ന് ചോദിക്കുന്നു. മലമുകളിലേക്ക് വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശത്രുക്കൾ വീണ്ടും വരുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നു, ഇവരെ തടയാൻ ആരാണുള്ളത്? അപ്പോഴും ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ഞാൻ അന യാ റസൂലുള്ളാഹ്. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ നിൽക്കുക. അൻസാരികളിൽപ്പെട്ട ഒരാൾ അന യാ റസൂലുള്ളാഹ്, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ആ ശത്രുക്കളെ ധീരോദത്തമായി നേരിടുകയും കുറേ സമയത്തെ പോരാട്ടത്തിന് ശേഷം അവരും ഷഹീദായി വീഴുകയും ചെയ്യുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൻ്റെ ആ യുദ്ധത്തിൻ്റെ ആ ഘട്ടത്തിൽ മലമുകളുടെ മുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ശത്രുക്കൾ വരുമ്പോൾ റസൂലുള്ളാഹി വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് ഇവരെ തടയാനുള്ളത്? ഉടനെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല പറയും, ഞാൻ. അപ്പോൾ റസൂലുള്ളാഹി പറയും, നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിലകൊള്ളുക. അപ്പോൾ ഒരു അൻസാരി പറയും, അന യാ റസൂലുള്ളാഹ്. ആ അൻസാരി വരുന്നു, ഏറ്റുമുട്ടുന്നു, ശക്തമായ പോരാട്ടം നടത്തുന്നു, വീണ്ടും അവർ ഷഹീദാവുന്നു.
അല്പനേരം കഴിഞ്ഞ് ശത്രുക്കൾ വീണ്ടും വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്താൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി. അപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അപ്പോഴൊക്കെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് ആദ്യഘട്ടത്തിൽ ഞാൻ എന്ന് പറയും. റസൂലുള്ള പറയും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. അങ്ങനെ ഒരു അൻസാരി വരുന്നു, അവർ പോരാടുന്നു, ഷഹീദാവുന്നു. ആ ബാക്കിയുണ്ടായിരുന്ന 11 അൻസാരികളും അങ്ങനെ ഷഹീദാവുകയാണ്. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മാത്രം ശത്രുക്കളുടെ മുമ്പിൽ ബാക്കിയാകുന്ന നിർണായകമായ ഒരു ഘട്ടമായ യുദ്ധത്തിൽ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, നാം അൻത ത്വൽഹ, ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്, താങ്കൾ വേണ്ടത് ചെയ്യുക. ഈ ഒരു ഘട്ടമായപ്പോഴത്തേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ നെറ്റിയിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ചുണ്ടിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ മുഖത്ത് രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നൊരു ഘട്ടമായിരുന്നു ആ സമയത്ത്. ചരിത്രം വല്ലാതെ വിറങ്ങലിച്ച് നിന്നൊരു ഘട്ടമാണത്. ശത്രുക്കൾ അതിശക്തമായ ഹബീബിനെ വധിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു ഘട്ടം. കൂടെ ത്വൽഹ റളിയല്ലാഹു അൻഹു മാത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രക്തമൊക്കെ വരുന്നൊരവസ്ഥയിൽ ശരീരത്തിന് ക്ഷീണം വന്ന ഒരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒന്ന്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങി ആ മലയുടെ മുകളിലേക്ക് പോകണം. അതോടൊപ്പം ഹബീബിനെതിരെ വരുന്ന വെട്ടും കുത്തും തടുക്കണം, അവരോട് നേരിടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിൽ വെട്ട് വീഴുന്നുണ്ട്. അത് ത്വൽഹ കാര്യമാക്കുന്നില്ല. വീണ്ടും ഹബീബിനെ താങ്ങി മുന്നോട്ട് പോവുകയാണ്. വീണ്ടും കൈക്ക് വെട്ട് വീഴുന്നുണ്ട്, കാലിന് വെട്ട് വീഴുന്നുണ്ട്, കുന്തം കൊണ്ടുള്ള കുത്ത് ആ ശരീരത്തിൽ കയറി ഇറങ്ങുന്നുണ്ട്. പല ഭാഗത്തുനിന്നും ശരീരത്തിൻ്റെ മാംസകഷ്ണങ്ങൾ ചിതറിപ്പോകുന്നുണ്ട്, രക്തം വല്ലാതെ ഒലിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊന്നും ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്മാറുന്നില്ല. അവർ ഹബീബിനെ കൊണ്ട്, ഹബീബിനെ താങ്ങിപ്പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു മലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുഹ പോലെയുള്ള ഒരു ഭാഗത്ത് എത്തിച്ച് സുരക്ഷിതമായി അവിടെ ഇരുത്തിയതിന് ശേഷം ബാക്കി ശത്രുക്കളെയും നേരിട്ട് തുരത്തി ഓടിക്കുന്നുണ്ട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അതിനുശേഷമുള്ള രംഗം നമ്മോട് പറയുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഘട്ടത്തിൽ ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. ഞാനും അബൂ ഉബൈദ ഇബ്നുൽ ജറാഹും വളരെ ദൂരെയായിട്ടാണ് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട് എന്ന് കണ്ട ഞങ്ങൾ അവിടുത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി അവിടുത്തെ അടുത്തേക്ക് ചെന്നപ്പോൾ, അവിടുത്തെ അടുത്ത് എത്തിയപ്പോൾ തിരുനബി ഞങ്ങളോട് പറഞ്ഞത്, വേഗം ഉബൈദ എവിടെയാണ്, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് എവിടെയാണ് എന്ന് നോക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ത്വൽഹ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോയി. ഭയാനകമായിരുന്നു ആ കാഴ്ച. വാളുകൊണ്ട് വെട്ടേറ്റതും കുന്തം കൊണ്ട് കുത്ത് കിട്ടിയതും അമ്പേറ്റതുമായി 70-ലധികം ആഴത്തിലുള്ള മുറിവുകൾ ഹബീബിനെ സംരക്ഷിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത ആ ശരീരത്തിലുണ്ടായിരുന്നു. ശരീരം മുഴുവനും രക്തത്തിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയിലായിരുന്നു അവർ. കൈപ്പത്തി അറ്റുപോയി, പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത്. ഈ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിനോടുള്ള ആ ഒരു പ്രതിജ്ഞ നിറവേറ്റി അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായി ജീവിക്കുന്ന ഒരാൾ ആർക്കെങ്കിലും കാണുന്നത് സന്തോഷമാണെങ്കിൽ അവർ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയെ കണ്ടുകൊള്ളട്ടെ, ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹം എന്ന്. പിന്നീട് ഈ സംഭവം ഓർക്കുമ്പോഴൊക്കെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ദാലിക യൗമുൻ കുല്ലുഹു ലി ത്വൽഹ, ആ ദിവസം പൂർണ്ണമായി ത്വൽഹക്കുള്ളതാണ്. അത്രമാത്രം ധീരമായ പ്രവർത്തനങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ കാഴ്ചവെച്ചത്. എന്തുകൊണ്ടാണ് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്? അതിൻ്റെ കാരണമായ പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ കണ്ടത്. പിന്നീട് ത്വൽഹത്തുൽ ഖൈർ, ത്വൽഹത്തുൽ ജൂദ്, നന്മയുടെ ത്വൽഹ, ഔദാര്യവാനായ ത്വൽഹ എന്നൊക്കെ പേര് അവിടത്തേക്ക് വരാനുണ്ടായ കാരണങ്ങൾ, ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഒരിക്കൽ ഹളർമൗത്തിൽ നിന്ന് 7 ലക്ഷം ദിർഹം, അതായത് 7 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ കച്ചവടത്തിൽ ലാഭമായി ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കിട്ടുന്നുണ്ട്. കാരണം പറ്റിത്തെളിഞ്ഞ ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു അവർ. ആ സമ്പത്ത് മുഴുവനും വീട്ടിലെത്തി, ലാഭവിഹിതമായിട്ട് കിട്ടിയ സമ്പത്തൊക്കെ വീട്ടിലെത്തി. അവർ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും രാത്രി കുറേ സമയം കഴിഞ്ഞിട്ടും അവർക്ക് ഉറക്കം വരുന്നില്ല. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട പത്നി ഉമ്മു കുൽസൂം. അവർ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട പുന്നാര മകളാണ്. അവർ ചോദിച്ചു, യാ അബാ മുഹമ്മദ്, എന്ത് പറ്റി താങ്കൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? അപ്പോൾ ചോദിച്ചു, ഒന്നുമില്ല, നിങ്ങളെ എൻ്റെ വധുവായി കിട്ടിയതിൽ ഞാൻ വലിയ സന്തോഷവാനാണ്. എല്ലാ നന്മകളും ഒന്നിച്ചു ചേർന്ന ഒരാളാണ് എൻ്റെ വധുവായ നിങ്ങൾ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട്, അതൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ആ വലിയ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് വീട്ടിലിങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ റബ്ബിലേക്ക് അതൊരു തടസ്സമായി പോകുമോ എന്നെനിക്ക് പേടിയുണ്ട്. ആ സമയത്ത് ഉമ്മു കുൽത്തൂം എന്ന മഹദി പറയാൻ,
ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു ചേർന്ന ഒരു മഹത്വമുള്ള സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പുന്നാര പൂമകൾ അവർ പറഞ്ഞു, അതിനെന്താ, നേരം പുലർന്ന ഉടനെ തന്നെ ആവശ്യക്കാരായ പാവങ്ങളായ സാധുക്കളായ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ആ സമ്പത്ത് കൊടുത്താൽ പോരെ, അത് വിതരണം ചെയ്ത് തീർത്താൽ മതിയല്ലോ. ആ സമയത്ത് സന്തോഷത്തോടു കൂടെ ത്വൽഹ റളിയല്ലാഹു പറയുന്നുണ്ട്, സന്തോഷമായി, എനിക്ക് ഒരുപാട് ഗുണങ്ങളുള്ള പിതാവിൻ്റെ ഒരുപാട് ഗുണങ്ങളുള്ള മകളാണ് നീ, ഞാൻ കൃതാർത്ഥനായി, എനിക്ക് സന്തോഷമായി ആ വാക്ക് കേട്ട്. എന്നാൽ കുറച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് ആ ഭാര്യ പറഞ്ഞില്ല. അവർ പറയുന്ന പാവപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുക്കാം എന്നാണ് ആ ഭാര്യ പറയുന്നത്. നേരം പുലർന്നതോടുകൂടെ സാധാരണക്കാരായ പാവപ്പെട്ടവർ കുറേ ആളുകൾ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് വേണ്ടി 7 ലക്ഷം സ്വർണ്ണ നാണയങ്ങളൊക്കെ വീതിച്ച് തീർത്തപ്പോഴാണ് ഒരു ആശ്വാസം വരുന്നത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്. അത്രമാത്രം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ലയിച്ച് റബ്ബിൻ്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് തടസ്സമാകുമോ എന്ന പേടിയിലായിരുന്നു അവരൊക്കെയും ജീവിച്ചിരുന്നത്. മറ്റൊരിക്കൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഭവമാണ്. മറ്റൊരിക്കൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ബന്ധു കൂടെ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് സഹായം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കുടുംബം കൂടെയാണ് എന്ന കൂട്ടത്തിൽ ആ വ്യക്തി ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, സഹായം ആവശ്യപ്പെട്ടുകൊണ്ട്. മുമ്പൊരിക്കലും ഒരാളും എന്നോട് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3 ലക്ഷം ദിർഹം വില പറഞ്ഞൊരു ഭൂമി എനിക്കുണ്ട്, ആ ഭൂമി ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഭൂമി തന്നെ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് വിറ്റ് അതിൻ്റെ പണം നിങ്ങൾക്ക് ഞാൻ നൽകാം. അപ്പോൾ ആ കുടുംബക്കാരനായ ബന്ധു പറഞ്ഞു, എനിക്കതിൻ്റെ സമ്പത്ത് തന്നാൽ മതി. ആ സമ്പത്ത്, അതായത് ആ ഒരു ഭൂമി 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ വിലയുള്ള ആ ഭൂമി മുഴുവനും വിറ്റ് ആ സമ്പത്ത് മുഴുവനും ബന്ധുവാണ് എന്ന കുടുംബബന്ധം തെളിയിച്ചതിൻ്റെ പേരിൽ സഹായം ആവശ്യപ്പെട്ട് വന്ന ആ ഒരു കുടുംബക്കാരന് കൊടുത്ത് തീർക്കുകയാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരെ ത്വൽഹത്തുൽ ഖൈർ, ത്വൽഹത്തുൽ ജൂദ് എന്നൊക്കെ വിളിച്ച മഹത്തായ വ്യക്തിത്വത്തിനുടമ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേരാനും പിന്നീട് ഹബീബിന് വേണ്ടി ശരീരത്തിൽ 70 വെട്ടും കുത്തും അമ്പുകളും ഏറ്റുവാങ്ങാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഷഹീദുൽ ഹൈ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് സ്വഹാബത്തെ കിറാം ആദരവോടെ വിളിച്ചിരുന്ന മഹത് വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബിൻ്റെ ചാരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളായ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.